ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ പുതിയ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് അവരുടെ സാംസങ് റിങ്, നിങ്ങളിപ്പോൾ റീസെന്റ് ബോട്ട് റിങ് ഇറക്കിയിരുന്നു, നമ്മുടെ ഒരു എന്താ പറയുക, ഒരു സ്മാർട്ട് ആയിട്ടുള്ള റിങ്. അപ്പോൾ അതുപോലെ തന്നെ സാംസങ്ങിന്റെ റിങ് അപ്പോൾ ഒരു പുതിയത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി S24 ഒക്കെ ലോഞ്ച് ആയ സമയത്ത് അവർ ഓൾറെഡി അതിന്റെ ഒരു ഡെമോ സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ ഇപ്പോൾ പുറത്തുവിട്ടുണ്ട്. പ്രൈസിങ് ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. ഇത് ആക്ച്വലി ആൻഡ്രോയിഡ് ബേസ് ആയിട്ട് വരാനാണ് ചാൻസ് ഉണ്ട്. ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്നത് അവരുടെ സ്മാർട്ട് ഫോൺ, നമ്മുടെ സാംസങ്ങിന്റെ സ്മാർട്ട് ഫോൺ മാത്രം സപ്പോർട്ട് ആയിട്ടാണ്. പക്ഷെ അത് ഭാവിയിൽ എക്സ്പാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ബാക്കിയുള്ള ആൻഡ്രോയിഡ് ഡിവൈസുകൾക്ക്. 3 കളറിലാണ് അവർ ഇറക്കാൻ പോകുന്നത്: പ്ലാറ്റിനം, സിൽവർ, സെറാമിക് ബ്ലാക്ക്, പിന്നെ ഗോൾഡ്. പിന്നെ 3 സൈസിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതുകൊണ്ട് തന്നെ നമുക്ക് ഹാർട്ട് റേറ്റ്, ബ്രീത്തിങ് റേറ്റ്, സ്ലീപ്പ്, നൈറ്റ് മൂവ്മെന്റ് ഒക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ആക്ച്വലി അവർ പറയുന്നുണ്ട്, നമ്മുടെ സ്മാർട്ട് വാച്ച്, അവരുടെ സ്മാർട്ട് വാച്ച് ഉണ്ടല്ലോ, സാംസങ് ഗാലക്സി സ്മാർട്ട് വാച്ചുകൾക്ക് ഒരു കമ്പാനിയൻ പോലെയാണ് അവർ ഇറക്കാൻ പോകുന്നത്. അതായത് രണ്ടും കൂടിയിട്ട് നല്ല കിടിലനായിട്ട് നമ്മുടെ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ ട്രാക്ക് ചെയ്തിട്ട് നമുക്ക് സാംസങ് ഹെൽത്ത് ആപ്പിലെ എല്ലാ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുന്നു. അങ്ങനെയാണ് പുതിയൊരു അപ്ഡേറ്റ് സംഭവങ്ങളൊക്കെ വന്നിരിക്കുന്നത്. എന്തായാലും iOS സപ്പോർട്ട് ഒന്നും ഇല്ല എന്ന് ഓൾറെഡി ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. എന്ന് വെച്ചാൽ റീസെന്റ് ഇപ്പോൾ അവർ ഇറങ്ങുന്ന സ്മാർട്ട് വാച്ചിലൊന്നും അവർ iOS സപ്പോർട്ട് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിനും ആക്ച്വലി iOS സപ്പോർട്ട് വരുന്നില്ല കേട്ടോ. അപ്പം ഇത് ആൻഡ്രോയിഡിൽ മാത്രമേ പറ്റുള്ളൂ. സ്പെസിഫിക്കലി ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത് സാംസങ് ഫോൺസുകൾക്ക് മാത്രം സപ്പോർട്ടായിട്ടാണ്. പിന്നെ പ്രൈസിങ് ഡീറ്റെയിൽസും സംഭവമൊന്നും അവർ പുറത്തു വിട്ടിട്ടില്ല കേട്ടോ. ഒരു നോർമൽ, കാണാനൊക്കെ ഒരു നോർമൽ റിംഗ് പോലെ തന്നെയാണ്. പിന്നെ ബോട്ടിന്റെ റിംഗ് നിങ്ങളിപ്പോൾ കണ്ടിട്ടായിരിക്കും, അത് ചുമ്മാ റീബ്രാൻഡ് സാധനമാണ്. കാണാനൊക്കെ അതുപോലെ തന്നെ ഇരിക്കട്ടെ, പക്ഷെ ടെക് സംഭവമൊക്കെ വ്യത്യാസമുണ്ട്, അത് വേറെ കാര്യം. ഇപ്പൊ നമ്മുടെ നമ്മുടെ പുതിയ മാക്ബുക്ക് സീരീസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് M3 ചിപ്പ് വെച്ചിട്ട് അവരുടെ പുതിയ മാക്ബുക്ക്, അതായത് 13 ഇഞ്ചിന്റെയും 15 ഇഞ്ചിന്റെയും പുതിയ മാക്ബുക്ക് എയർ സീരീസ് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രൈസും സംഭവമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 13 ഇഞ്ചിന്റെ മോഡലിന്റെ $1,199 ആണ്. അതുപോലെ തന്നെ 15 ഇഞ്ച് മോഡലിനാകുമ്പോൾ $1,299 ആയിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ അപ്ഡേഷൻ സംഭവങ്ങളൊക്കെ വന്നിരിക്കുന്നത് ബാറ്ററി ലൈഫ് എന്ന് പറഞ്ഞ അപ്ഡേറ്റ് ആയിട്ട് പറഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 1080p വെബ്കാമാണ് വന്നിരിക്കുന്നത്, അപ്ഗ്രേഡ് ആയിട്ടുള്ള Wi-Fi 6E റേഡിയോ അഡാപ്റ്ററാണ് നമുക്ക് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ 10 കോറിന്റെ GPU, അതുപോലെ തന്നെ 8 കോറിന്റെ CPU ആണ് നമുക്ക് ഇതിൽ വരുന്നത്. അതായത് M3 ചിപ്പാണ് വരുന്നത്. ആക്ച്വലി പ്രീ ഓർഡറിനൊക്കെ നമുക്ക് US സംഭവത്തിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ റീസെന്റ് ഇപ്പോൾ കുറച്ച് കാലത്തിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഇന്ത്യയിൽ ഈ സംഭവം വരും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ 2 മെയിൻ ടെക് ന്യൂസ്. അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പുതിയ ചാനലാണ്, നമ്മുടെ മെയിൻ ചാനൽസ് കാണാൻ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. അടുത്ത വീഡിയോയിലാണ്.